Praise the Lord, hallelujah. Enjoy the honor. A Christian apologist from Ernakulam. And today we are going to think, why did Gabriel appear to Mary? മേരി മാതാവിൻ്റെ പക്കൽ വിശുദ്ധ ഗബ്രിയേൽ മാലാഖ വന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. ഗബ്രിയേൽ മാലാഖ യഥാർത്ഥത്തിൽ ആർക്കേഞ്ചറാണ്. ഹീസ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദൂതനാണ്. ദൈവസന്നിധിയിൽ നിന്ന് ദൂത് എത്തിക്കേണ്ട ആളാണ്. എങ്കിലും അതിനൊരു ഗമാട്രിക് കണക്ഷൻ, ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഗമാട്രിയ ഈസ് ദ DNA ഓഫ് ക്രിയേഷൻ. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്കലാണ്. ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാത്തമാറ്റീഷ്യൻ. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇപ്പോൾ ഒരു പൂവാണെങ്കിൽ പോലും അതിന് ഭയങ്കര മാത്തമാറ്റിക്സ് ഉണ്ട്. എല്ലാ സംഗതികൾക്കും മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഗമാട്രി ഈസ് ദ DNA ഓഫ് ക്രിയേഷൻ ഓർ തീയിസ്റ്റിക് മാത്തമാറ്റിക്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അക്കോർഡിംഗ് ടു ഗമാട്രിയ, മേരിയുടെ യഥാർത്ഥ ഹീബ്രു നാമം മിറിയം എന്നാണ്. മേരി എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നതാണ്. മിറിയത്തിൻ്റെ ഗമാട്രിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. മിറിയത്തിൻ്റെ ഗമാട്രിക് വാല്യൂ 3 ആണ്. ഗബ്രിയേലിൻ്റെ ഗമാട്രിക് വാല്യൂ യഹൂദന്മാർ കണക്കാക്കിയിരിക്കുന്നത് 3 എന്നാണ്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ഗമാട്രിക് വാല്യൂ മറിയത്തിൻ്റെ ഗമാട്രിക് വാല്യൂ 1 ആയതുകൊണ്ടാണ്, ഒരേപോലെ 3 ആയതുകൊണ്ടാണ് അത് തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യും. അങ്ങനെ ആയതുകൊണ്ടാണ് മറിയത്തിൻ്റെ പക്കൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം 12 തരം ആർക്കേഞ്ചൽസ് ആണുള്ളത്. ഏഞ്ചൽസിൻ്റെ പേരിനോട് ചേർന്ന് ഏൽ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പേരാണ്. അതായത് സഫിക്സ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മൈക്കിൾ, ഗബ്രിയേൽ, റാഫേൽ, യൂറിയേൽ, അങ്ങനെ ഏൽ എന്നുള്ള പേര് കൂട്ടാത്ത ഒരൊറ്റ പേരേ ഉള്ളൂ. അതിനാണ് മെറ്റാട്രോൺ എന്ന് പറയുന്നത്. മെറ്റാട്രോൺ. പിന്നെ ഷമുവേൽ, ജോസഫിയേൽ, സെഡക്കിയേൽ, ഹിമയേൽ, റിഗാൾ, ഏരിയൽ, അസ്രായേൽ. അപ്പോൾ ഈ പേരുകളിലെല്ലാം മെറ്റാട്രോൺ ഒഴികെ എല്ലാത്തിനും ഏൽ, ദൈവത്തിൻ്റെ നാമം, സഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ മെറ്റാട്രോൺ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആർക്കേഞ്ചൽസിനല്ല ദൈവസന്നിധിയിൽ പോകാൻ ആർക്കും സാധ്യമല്ല. ആർക്കേഞ്ചൽസിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് ഹാനോക്ക് എടുക്കപ്പെട്ടു. ഹി വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഹെവൻ. അപ്പോൾ ബോഡിയിലാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ശരീരത്തിലൂടെ എടുക്കപ്പെട്ടിട്ട് നേരെ ദൈവസന്നിധിയിൽ ചെല്ലണമെങ്കിൽ അങ്ങനെ ചെല്ലാൻ പറ്റില്ല. അത് ഒരു ജഡത്തിനും ദൈവസന്നിധിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു മെറ്റാട്രോൺ, ഒരു ആർക്കേഞ്ചലാക്കി മാറ്റിയതിന് ശേഷമാണ് ദൈവസന്നിധിയിൽ എത്തിയത് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മെറ്റാട്രോൺ ദൈവസന്നിധിയിൽ എത്തുന്ന എല്ലാവരെയും ഒരു മെട്രാട്രോൺ ആക്കിയിട്ട്, ഒരു ആർക്കേഞ്ചലാക്കിയിട്ട് മാത്രമേ ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റൂ. സ്വർഗവും ദൈവത്തിൻ്റെ മുൻപും സന്നിധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നാം എന്ന് ചിന്തിച്ചത്, ഈ എല്ലാ ആർക്കേഞ്ചൽസിൻ്റെ കൂടെയും ഏൽ, ദൈവത്തിൻ്റെ പേര് സഫിക്സ് ചെയ്തിരിക്കുന്നു. മൈക്കിൾ, ഗബ്രിയേൽ, റഫായേൽ, ഉറിയേൽ, ഷമുവേൽ, ജോഫിയേൽ, സെഡക്കിയേൽ, ഹാനിയേൽ, റിഗാൾ, ആര്യൽ, അസ്രായേൽ. ഇതിൽ ഒറ്റ വ്യത്യാസമുള്ളത് മെറ്റാട്രോൺ മാത്രമാണ്. പിന്നെ നമ്മൾ അടിസ്ഥാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മേരിയുടെ പക്കലേക്ക് എന്തുകൊണ്ട് ഗബ്രിയേൽ വന്നു എന്നുള്ള. മേരിയുടെ യഥാർത്ഥ പേര് മിറിയം എന്നാണ്. മിറിയത്തിൻ്റെ ഗമാട്രിക് വാല്യൂ ഓർ തീയിസ്റ്റിക് മാത്തമാറ്റിക്സ് ഗമാട്രിക് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഗബ്രിയേൽ മാലാഖയുടെയും ഗമാട്രിക് വാല്യൂ 3 ആണ്. അത് തമ്മിലുള്ള റെസൊണൻസ് കാരണമാണ് മേരിയുടെ പക്കലേക്ക് ഗബ്രിയേൽ മാലാഖ വന്നത്.